നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ ലൈന് നിങ്ങളെ ചതിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയാനുള്ള കുറച്ച് സൈക്കോളജിക്കൽ ട്രിക്സ് ആണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക, എന്നാലേ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ്ലി മനസ്സിലാവാനും ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാനും പറ്റുള്ളൂ. സോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇനി ഈ വീഡിയോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ AYZ സയൻസ് ആൻഡ് എന്റർടൈൻമെന്റ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരേപോലെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഈ ഒരു സൈക്കോളജിക്കൽ ട്രിക്സ് ഈ രണ്ട് ജെൻഡേഴ്സിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഞാനിതിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കാനുള്ള ആദ്യത്തെ മാർഗം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ അവരോട് ചെന്നിരിക്കുക എന്നുള്ളതാണ്. അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ക്യൂസസ് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നു എന്നുള്ളതല്ല അർത്ഥം. ചിലപ്പോൾ വേറെ എന്തെങ്കിലും തിരക്കുകൾ ഉണ്ടാവാം. പക്ഷെ അവർ നിങ്ങളോടത് ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി അവരൊന്നും പറയുന്നില്ല, കാരണങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ തിരക്കായിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യങ്ങൾക്ക് പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് അവിടെ കട്ട് ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. പകരം എന്താണ് തിരക്ക് എന്നുള്ളത് ചോദിക്കുക. അവർ അതിൽ നിന്നും കംപ്ലീറ്റ്ലി ആയിട്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്യണം അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും പറയില്ല. നിങ്ങളെ ജസ്റ്റ് അവോയ്ഡ് ചെയ്യും അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്ത് വിടും. അത് ഒരു ചീറ്റിങ്ങിന്റെ ഒരു സൈൻ തന്നെയാണ്. ഈ ഒരു ചീറ്റിങ് കാര്യങ്ങളൊക്കെ നമുക്ക് തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കാവുന്നതാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അവരോടുള്ള സംസാരം കൂടുന്തോറും അവർക്ക് നിങ്ങളോടുള്ള താല്പര്യക്കുറവുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ കൂടുതൽ കയറി അങ്ങോട്ട് കയറി സംസാരിക്കുക. ആ സമയത്ത് തിരിച്ച് അവരുടെ റെസ്പോൺസസ് എങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ വ്യക്തമായി നിരീക്ഷിക്കണം. ചിലർക്ക് ഒരു സ്വഭാവം ഉണ്ടാവും, നിങ്ങൾ ഒരുപാട് സംസാരിക്കുമ്പോൾ അവർക്ക് അതിനോടുള്ളൊരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും. അങ്ങനെയുള്ള ഒരു സ്വഭാവമുള്ള ആൾക്കാരും ഉണ്ട്. സോ അതും കൂടെ നിങ്ങൾ കൺസിഡർ ചെയ്തിട്ട് വേണം ഈ ഒരു ട്രിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനും പ്രയോഗിക്കാനും. ഓക്കെ, നിങ്ങളുടെ പാർട്ട്ണർക്ക് എന്തെങ്കിലും വേറെ കാര്യങ്ങൾ ബിസി ആവുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓഫീസ് മീറ്റിംഗ്സ് അങ്ങനെ എന്തെങ്കിലും ഉള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യണമെന്നും പറഞ്ഞ് നിങ്ങൾ ചീറ്റ് ചെയ്യാണെന്ന് കരുതരുത്. ഈ കാര്യങ്ങളൊക്കെ കൂടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഒരാൾ അവോയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞ് കംപ്ലീറ്റ്ലി ഓക്കെ ചീറ്റ് ചെയ്യാണെന്ന് വിചാരിക്കരുത്. എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കി കംപ്ലീറ്റ്ലി ഒന്ന് അനലൈസ് ചെയ്തിട്ട് വേണം ഇത് തന്നെയാണ് എന്നുള്ളത് ഉറപ്പിക്കാൻ. ഇനി വേറൊരു ട്രിക്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരെ ശ്രദ്ധിക്കുക. നിങ്ങൾ അവരുമായിട്ട് ഐ കോണ്ടാക്ട് വെക്കുമ്പോൾ തിരിച്ച് അതേപോലെ ഐ കോണ്ടാക്ട് വെക്കുന്നുണ്ടോ, അതോ ഐ കോണ്ടാക്ട് കുറവാകുന്നുണ്ടോ, നോക്കുന്നില്ല, നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചീറ്റ് ചെയ്യാനെന്നുള്ളതാണ്. നിങ്ങളെക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വേറെ ഉണ്ട് അവർക്ക് എന്നുള്ളതാണ്. ഇനി ആ വ്യക്തിക്ക് എന്തെങ്കിലും ടെൻഷൻ കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഇങ്ങനെ ചെയ്യാം. പക്ഷെ ആ വ്യക്തി നിങ്ങളോട് തുറന്നു പറയും, എനിക്കിതാ ഇന്നൊരു കാര്യമുണ്ട്, എനിക്ക് ടെൻഷൻ ഉണ്ട് എന്നുള്ളത് നിങ്ങളോട് തുറന്നു പറയും. ഇനി നിങ്ങളോടൊന്നും തുറന്നു പറയുന്നില്ല, ഈ സൈനുകളൊക്കെയാണ് അവർ കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ അതാണ് ചീറ്റിംഗ് എന്നുള്ളതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സൈൻ. ഓക്കെ, ഇനി നിങ്ങളോട് അവർ സംസാരിക്കുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടി സംസാരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫേഷ്യൽ എക്സ്പ്രഷൻസ് ശ്രദ്ധിക്കുക. അവർക്ക് വളരെ താല്പര്യക്കുറവായിരിക്കും നിങ്ങളോടുള്ളൊരു സംസാരം പതുക്കെ അവർ കുറച്ച് കൊണ്ടുവരുന്നുണ്ടാവും. ഇനി വേറൊരു ട്രിക്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ടെങ്കിൽ മേശപ്പുറത്ത് അല്ലെങ്കിൽ ടേബിളിലൊക്കെ ഫോൺ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് പെർമിഷൻ ചോദിക്കാതെ പെട്ടെന്ന് അത് എടുക്കുന്നത് പോലെ ഒന്ന് ആക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അവർ വേഗം ആ ഫോൺ എടുത്ത് മാറ്റുന്നുണ്ടാവും. നിങ്ങൾ അറിയാതെ എന്തോ കാര്യം അതിൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾ അറിയരുത് എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ചീറ്റിംഗ് ആവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളാവാം. സോ ഇത് ചീറ്റിംഗ് ആണോ അല്ലയോ എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് തന്നെ തുറന്ന് സംസാരിക്കുമ്പോൾ അവർ ഈ ഒരു കാര്യത്തെ പറ്റി പറയാതെ ടോപ്പിക്ക് മാറ്റുന്നുണ്ടാവുമായിരിക്കാം. അപ്പോൾ അത് ചീറ്റിംഗ് ആവാനാണ് കൂടുതൽ സാധ്യത. ഈ ഒരു സംഭവം നിങ്ങൾ പല റീൽസിലും കണ്ടിട്ടുണ്ടാവും, ഇൻസ്റ്റാഗ്രാം റീൽസിൽ. ആക്ച്വലി ഇതൊരു സൈക്കോളജിക്കൽ ട്രിക്ക് തന്നെയാണ്. അവരുടെ പേഴ്സണൽ സ്പേസിലേക്ക് നിങ്ങൾ വരരുത് എന്ന അവർക്ക് ഒരു ഉണ്ടാവും അവരുടെ മനസ്സിൽ. അപ്പോൾ അവർ നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ കാര്യങ്ങളൊന്നും നിങ്ങളുമായിട്ട് ഒരിക്കലും ഷെയർ ചെയ്യില്ല. ഷെയർ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അത് പതുക്കെ കുറച്ച് വരുന്നതായിട്ട് കാണാൻ പറ്റും. അതും ഒരു ചീറ്റിങ്ങിന്റെ സൈൻ തന്നെയാണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നു തോന്നുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് ബൈ ട്രിക്കായിട്ട് അവരോടൊന്ന് പ്രയോഗിച്ച് നോക്കുക. അവരുടെ റെസ്പോൺസ് എങ്ങനെയാണ് എന്നുള്ളത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓവറോൾ കാര്യങ്ങൾ, സിറ്റുവേഷൻസും സന്ദർഭങ്ങളെല്ലാം നോക്കിയിട്ട് വേണം കേട്ടോ ഈ ഒരു സൈക്കോളജിക്കൽ ട്രിക്ക് അവരോട് യൂസ് ചെയ്യാനായിട്ട്.
ഇനി അവർ നിങ്ങൾ ഇഗ്നോർ ചെയ്യണം, അവോയ്ഡ് ചെയ്യണം പറഞ്ഞ് ഒറ്റയടിക്ക് ഇത് ചീറ്റിംഗ് ആണ് എന്നുള്ളത് ഫൈനലൈസ് ചെയ്യരുത്. ചിലപ്പോൾ അവരുടെ സിറ്റുവേഷൻ കൊണ്ടാവാം. അത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുറന്ന് സംസാരിക്കുക തന്നെ വേണം. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആണ് എല്ലാ റിലേഷൻഷിപ്പിൻ്റെയും ബേസ് എന്ന് പറയുന്നത്. ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, വേറെ ലവ് ആയിക്കോട്ടെ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഓപ്പൺ ആയിട്ട് സംസാരിക്കുക അവരോട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ സൈക്കോളജിക്കൽ ട്രിക്സ് ആയിട്ട് ഞാൻ ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും ബൈ.